ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന എൻ്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇന്ന് അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്നത്. അപ്പൂപ്പനെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മെന്റലി ഫ്രൈഡ് എന്നുള്ള ടീഷർട്ട് ചൂസ് ചെയ്തത്. ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ പെട്ടെന്ന് പോയില്ലെങ്കിൽ അപ്പൂപ്പൻ തട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിട്ടു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവും. ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അമ്മൂമ്മ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അമ്മൂമ്മ നന്നായി മുറുക്കാൻ ചവച്ചിരുന്നോണ്ട് ഒരു നാച്ചുറൽ റെഡ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അസുഖം വന്ന് ചാവാറായപ്പോൾ ഡോക്ടർ മുറുക്കാൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹെയർ ഞാനൊരു സ്ലിക്ക് ബാക്ക് ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അപ്പൂപ്പൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റാർ ആവുമല്ലോ, അതുകൊണ്ട് ഞാനൊരു സ്റ്റാർ വെക്കാന്ന് വിചാരിച്ചു. അമ്മമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാറും കൂടെ ഞാൻ വെച്ചു. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. കാരണം പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. അപ്പത്തിലുള്ള തച്ചാ എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാണ്. ബാക്കി ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എന്റെ ഈ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ഷർട്ട് ഷെഡി കേട്ട് മറ്റൊരു ബാഗ്. അപ്പൊ അടുത്ത അപ്പൂപ്പന്റെ 16-ന് കാണാം. ബൈ ഗൈസ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.